ഹലോ ഹായ് അസ്സലാമു അലൈക്കും. സിയാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പുഴയിൽ നിന്ന് കിട്ടുന്ന ഞണ്ട് കേട്ടാ. കടൽ ഞണ്ട് പോലെയല്ല, നല്ല ഉറപ്പുണ്ടാവുന്ന ഞണ്ടാണ്. അത് എങ്ങനെ റോസ്റ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നമ്മൾ പുഴുങ്ങിയിട്ടെടുക്കണം. നല്ല ഉറപ്പുണ്ടായതുകൊണ്ട് ഇത് ആദ്യം പുഴുങ്ങിയെടുത്ത് ആ വെള്ളം ചൂടാറിയതിന് ശേഷം ഞണ്ട് ഇതേപോലെ നല്ല പുഴുങ്ങിയിട്ടില്ലെങ്കിൽ ഇത് എന്താ പറയുക, അതേപോലെ മുറിക്കാനൊക്കെ പ്രയാസമാവും കേട്ടോ. നമ്മളെ കടൽ ഞണ്ട് പോലെയല്ല, ഭയങ്കര ഉറപ്പാണ്. പുഴുങ്ങിയതുകൊണ്ട് ഇത് പെട്ടെന്ന് കൊണ്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ക്ലീൻ ആക്കി എടുക്കുക. മുറിക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഈ പൂവിലൊക്കെ അങ്ങോട്ട് എടുത്ത് കളയുക, ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലപോലെ ഇത് കഴുകിയെടുക്കുക. ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ ഒരു സവാള അരിഞ്ഞ് വെക്കുക. എന്നിട്ടൊരു പാന് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഓയിലോ എന്താ നിങ്ങളുടെ അടുത്തുള്ള വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആ സവാള ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു ചുവപ്പ് കളറാവോളം ഒന്ന് വഴറ്റിയെടുക്കണേ. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കൊടുക്കണേ. അപ്പോൾ ഒരു ബെൽ ബട്ടൺ കാണും, അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ ആ സവാള മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി, കറിവേപ്പില, പച്ചമുളക് ഇവ ചെറിയതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു അര സ്പൂണ് ഉലുവ, അതേപോലെ തന്നെ കുറച്ചൊരു പെരുംജീരകം കേട്ടോ. ഇതൊക്കെ കൂടെ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. നല്ല അരയരുത്, ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അരിഞ്ഞാൽ മതി. അത് നമ്മളൊരു പാന് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നിങ്ങളെങ്ങനെയാണ് ഇപ്പോൾ ഞണ്ട് ഉണ്ടാക്കണതെന്ന് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് എഴുതി അറിയിക്കണേ. ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിപ്പൊടി, അതൊക്കെ നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഓരോ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കുക. പുഴഞ്ഞണ്ട് കൂട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ കഴുകി മാറ്റി വെച്ച ഞണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ ചേരുവകളൊക്കെ ഇതിലൊന്ന് പിടിക്കണ രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഈ എരിവും ഉപ്പും ഒക്കെ അതുമേലൊന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ കറിവേപ്പില നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ മാറ്റി വെച്ച സവാള വാട്ടിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കട്ടോ. നല്ല ടേസ്റ്റിയാവും. അപ്പോൾ ഇതാരെങ്കിലും കൂട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. ഭയങ്കര നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ പുഴഞ്ഞുണ്ട് ഫ്രൈ ഉണ്ടാക്കി കഴിക്കട്ടോ. ഓക്കെ, താങ്ക് യു.